ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു മീൻ കറിയാണ് ഞാൻ കാണിക്കുന്നത്. അത് ചൂരമീനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ചൂരമീനൊക്കെ വെട്ടുന്നതൊന്ന് കാണിക്കാം. ആദ്യം മീനിൻ്റെ തലയൊക്കെ ഒന്ന് വെട്ടി മാറ്റണം. എന്നിട്ട് അത് നെടുകെ രണ്ടായി പിളർന്നിട്ട് ഓരോ പീസായിട്ട് നമ്മൾ വാർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ പീസായിട്ട് മുറിച്ചെടുത്ത് നമ്മൾ ഉപ്പുവെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചൂരമീൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള മീനുകളെക്കാളിലും കുറച്ച് ബ്ലഡ് കൂടുതലാണ് ഈ മീനിന്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള മീൻ വൃത്തിയാക്കുന്നതിനേക്കാളും കുറച്ച് ഒന്നുകൂടി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ ഞാനിവിടെ മീനെല്ലാം വെട്ടിയതിന് ശേഷം കുറേ പ്രാവശ്യം വെള്ളത്തിൽ കഴുകുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളത്തെ എല്ലാം കഴുകി വാരി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും നമ്മുടെ കടുക് ചതച്ചതും കൂടി ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട്. ഈ ചൂരമീനൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ വശക്കേടിലായിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാംസം ഉറച്ച് കിട്ടാനായിട്ട് നല്ലതാണ്. അങ്ങനെ വിനാഗിരിയും പച്ചക്കടുകും എല്ലാം ചേർത്ത് നമുക്ക് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കാം. എന്നിട്ട് അത് നല്ലവണ്ണം വീണ്ടും കഴുകി വാരിയെടുത്ത് വയ്ക്കാം. മീൻകറിക്ക് ആവശ്യമായ ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീനിലേക്ക് കുറച്ച് കുടംപുളിയും അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് വയ്ക്കാം. ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കണം. പെരിഞ്ജീരകം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. വാടി വന്ന ഉള്ളിയിലേക്ക് നമ്മൾ നേരത്തെ മീനിലിട്ട് വെച്ചിരുന്ന കുടംപുളി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പാകമായി വരുമ്പോഴേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അത് മൂത്ത് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഈ പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് ഒരു മണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഗ്രേവി നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഓരോന്നായിട്ടൊന്ന് അടുക്കി വെച്ച് കൊടുക്കണം. മീനെല്ലാം അടുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിലാണിത് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കണം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് ചട്ടി ഒന്നുകൂടെ ചുറ്റിച്ചെടുത്ത് ഇറക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ മീൻകറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.